നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിംഗപ്പൂരിലേക്ക് വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നായി 16.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തിയിൽ BJP പ്രവർത്തകരുടെ വീടിന് നേരെ ആക്രമണം. കയ്പമംഗലത്തെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ കുറി കമ്പനിയിലെ ഓഹരി ഉടമകളെയും ജീവനക്കാരെയും സിംഗപ്പൂരിലേക്ക് വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാമെന്ന് വിശ്വസിപ്പിച്ച് 16.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശി മുസ്ലിം വീട്ടിൽ മൻസൂറിനെയാണ് ഇരിങ്ങാലക്കുട SI MT ജിജോയും സംഘവും അറസ്റ്റ് ചെയ്തത്. 2013 ജൂൺ മുതൽ പലതവണകളായി 35 പേരിൽ നിന്ന് ഇയാൾ പാസ്പോർട്ടും മറ്റു രേഖകളും പണവും കൈപ്പറ്റിയിരുന്നു. ഒരു ട്രാവൽ ഏജൻസിയുടെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. സീനിയർ CPO ഗോപി, CPOമാരായ റോയ് പൌലോസ്, സുജിത് കുമാർ, KJ ജിനേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ പിതാവടക്കം 3 പേരെ കൂടി ഇനിയും പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എടത്തിരുത്തിയിൽ 2 BJP പ്രവർത്തകരുടെ വീടിന് നേരെ ആക്രമണം. കൊപ്രക്കളം സെന്ററിന് സമീപം കൊരട്ടിൽ ശ്രീനാഥ്, കരപറമ്പിൽ ബിബിൻ എന്നിവരുടെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ 2 വീടുകളുടെയും ജനൽപ്പാളികൾ തകർന്നിട്ടുണ്ട്. ബിബിന്റെ ബൈക്കും അക്രമികൾ തകർത്തിട്ടുണ്ട്. സംഭവം കണ്ട് ശ്രീനാഥിന്റെ മാതാവ് ചന്ദ്രയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. 13-14 പദ്ധതി നിർവഹണം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 50% നമ്മുടെ പദ്ധതികൾ നിർവഹിച്ചു കഴിഞ്ഞു. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദീകരണം, കാരണം അടുത്ത ഇലക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ നമുക്ക് ഇവിടെ വികസന സെമിനാർ നടത്തേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇത്ര നാൾ നമ്മൾ നേരിട്ടുള്ളത്. അതായത് വർക്കിംഗ് ഗ്രൂപ്പ് കൂടുകയും അതുപോലെ തന്നെ ഗ്രാമസഭ നടത്തുകയും അതിൽ നിന്നും വന്ന നിർദ്ദേശങ്ങളെല്ലാം വെച്ച് വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് കൂടി ഇന്നിപ്പോൾ നമ്മൾ വികസന സെമിനാറിലെത്തിയിരിക്കുന്നത്. അപ്പോൾ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പദ്ധതിക്ക് അംഗീകാരം മേടിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് ഇത്രയും തിരക്ക് പിടിച്ച അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ നമ്മളിവിടെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടാനും വികസന സെമിനാർ നടത്താനും എന്നീ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. കാരണം ഇത് നമുക്ക് വൈകിക്കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ പദ്ധതികൾ നിർവഹണത്തിന്റെ ചെറിയ അപാകതകൾ മൂലം നമുക്ക് കുറച്ച് ഫണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വർഷത്തേക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷയിൽ കൂടും. ആദ്യം നമ്മളൊരു വർക്കിംഗ് ഗ്രൂപ്പിൽ വന്ന ചർച്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ഈ വികസന സെമിനാറിലെ പദ്ധതിക്കാരുടെ പദ്ധതി നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന സെമിനാറിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവീട്ടിൽ, AR രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ ജോഷി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി റാഫേൽ, പഞ്ചായത്ത് സെക്രട്ടറി VH ഹബീബ് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം കൊപ്രക്കളത്തെയും അറവുശാലയിലെയും മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 34 ദിവസം പിന്നിട്ടു. ഇതിന്റെ ഭാഗമായി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു.
കൊപ്രക്കളത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ലഹരി വിരുദ്ധ പ്രവർത്തകയും വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പ്രേമ ജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു. 181 കോടി രൂപ 41 ദിവസം കൊണ്ട് ശബരിമലയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്ന സാഹചര്യം അത് മാത്രം എടുത്താൽ എന്തിനാണ് കേരളത്തിലെ ജനതയ്ക്ക്, അധ്യാപകർക്ക് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ നടത്തിയ പെൻഷൻ വാങ്ങുന്ന മന്മഥൻ സാറിന്റെ അനുയായികൾ പോലും ഈ മദ്യത്തിന്റെ വരുമാനത്തിൽ നിന്നാണ് ശമ്പളം പറ്റുന്നത് എന്ന ലജ്ജാകരമായ അവസ്ഥയിലേക്കാണ് കേരളത്തെ ഭരണകൂടങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് എങ്കിൽ എന്തിനാണ് നമ്മളൊക്കെ അധ്യാപകരായി മാറുന്നത്, മാധ്യമ പ്രവർത്തകരായി മാറുന്നത്, ജീവനക്കാരായി മാറുന്നത്, നേഴ്സുമാരായി മാറുന്നത്, ആതുര സേവന മേഖലയിൽ നിലകൊള്ളുന്നത്? നമുക്കെല്ലാവർക്കും തന്നെ മദ്യപ്രവർത്തികൾ ചെയ്ത് ഭാവിയിലും ജീവിച്ചാൽ പോരെ? എന്തിനാണ് മറ്റു മാർഗങ്ങളിലേക്ക് നാം പോകുന്നത്? എന്തിനാണ് നാം രാഷ്ട്രീയ പ്രവർത്തകരാകുന്നത്? രാഷ്ട്രീയ പ്രവർത്തനവും മദ്യത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പ്രവർത്തനം നടത്തേണ്ടതാണ് എന്ന പുതിയ സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്? മദ്യപ്രവർത്തനങ്ങൾ നടത്തിയാൽ പോരെ? എല്ലായിടത്തും തന്നെ വിദ്യാലയങ്ങൾ തച്ച് തകർത്തിട്ട് നമുക്ക് അവിടെയൊക്കെ ബാറുകൾ തുടങ്ങിക്കൂടെ എന്ന് പോലും ചോദിക്കേണ്ടതായ ലജ്ജാകരമായ സാഹചര്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. സ്വാഗത സംഘം ചെയർമാൻ KNM ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ, സോഷ്യലിസ്റ്റ് ജനതാ ജില്ലാ സെക്രട്ടറി ബഷീർ തൈവളപ്പിൽ, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി പുതിയക്കാവ്, KV അബ്ദുൽ ഖാദർ, പ്രശോഭിതൻ അടിപ്പറമ്പിൽ, KK വേലായുധൻ, KK അജിത, ബൽക്കീസ് ബാനു, PM ഉസ്മാൻ, മുഹമ്മദ് ഇബ്രാഹിം, KU അബു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകി. കയ്പമംഗലം MIC ഇംഗ്ലീഷ് സ്കൂൾ 15ാം വാർഷികാഘോഷം MIC പ്രസിഡന്റ് PM മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PH മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഫൈസൽ ഇളേറ്റിൽ മുഖ്യാതിഥിയായിരുന്നു. ഏതായാലും ഏറെ സന്തോഷമുണ്ട്. ഞാൻ വളരെ ദൂരെ നിന്നാണ് ഇവിടെ വരുന്നത്. കോഴിക്കോട്ട് നിന്നും എനിക്ക് ഒരുപാട് ദൂരമുണ്ട്. കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിലും എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനൊരു സാധാരണ സ്കൂൾ അധ്യാപകനാണ്. 23 വർഷമായി എൻ്റെ നാടിനടുത്തൊരു പ്രൈമറി വിദ്യാലയത്തിലെ അധ്യാപകനാണ്. ഇപ്പോൾ അത്ര സജീവമായി സ്കൂളിൽ പോകാൻ സമയം കിട്ടാറില്ല എന്ന്. ഞാൻ സ്കൂളും വീടുമായി മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഇതേപോലെയുള്ള പുതിയ ആളുകളെ കാണാനും പുതിയ സ്ഥലങ്ങൾ കാണുക, സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അത് നിലനിർത്താനാണ് പാട്. പരമാവധി അങ്ങനെ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. സ്കൂൾ മാനേജർ PA സെയ്ദു മുഹമ്മദ് ഹാജി, പഞ്ചായത്ത് അംഗം PB താജുദ്ദീൻ, KU ഉണ്ണി മുഹിയുദ്ദീൻ, സ്കൂൾ പ്രിൻസിപ്പൽ KS ഷിഹാബുദ്ദീൻ, സജിത BV, OA മുസ്തഫ, KR സദക്കത്തുള്ള മാസ്റ്റർ, PS കുഞ്ഞി ഹമീദ്, KA അബ്ദുൾ റഷീദ്, മുഹമ്മദ് സറൂദ് എന്നിവർ സംസാരിച്ചു.
ഇടവേള.